നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ വീട്ടിലേക്ക് വരുവാണ്. ഒരു ഗത്യന്തരവും ഇല്ലാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ സരയും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മനോഹർ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല ഇതെന്താ മനുവായിട്ടും പെട്ടെന്ന് വന്നേ? ഏ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ മോളു കാര്യങ്ങളൊന്നും സാധിച്ചില്ല എന്ന് പറയാം. അതെന്താ? "ആ, ഞാൻ പറഞ്ഞല്ലോ ഒന്നിട്ട് കസ്റ്റമേഴ്സിനെ കാണാനാ പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും, അവർ ശ്രീലങ്കയിൽ നിന്ന് വരുന്നവരായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ശ്രീലങ്ക ഫ്ലൈറ്റ് അങ്ങനെ മിസ്സായിപ്പോയി. അതുകൊണ്ട് അവർക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ. ഈ സമയം സരു ഇങ്ങനെ ആലോചിക്കണം. എന്താ മോളു നീ എന്താ ആലോചിക്കണേ? അല്ല ഞാൻ ആലോചിച്ച അതല്ല. ഇനിയിപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മുടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ. അതൊന്നുമില്ല, നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ പോവുമല്ലോ, നമുക്ക് ഒരു മുടക്കം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. ആ ശരി, അങ്ങനെയാണെ പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം. ശരി, എനിക്കാണ് ആകെപ്പാടെ സങ്കടമായി മനുവേട്ട. മനുവേട്ട ആശിച്ചു മോഹിച്ച് രാവിലെ പോയിട്ട് കാര്യം സാധിക്കാതെ തിരികെ വന്നില്ലേ? ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞ് പോയതല്ലേ നിൽക്കും. അതേ മോളൂ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ. സാരമില്ല, ഇനി സമയമുണ്ട്, ഇനി പോകാന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയണം. ഈ സമയം സരയും മനസ്സിൽ പറയാ, നീ പോകൂടാ, നീ നല്ല പോക്ക് പോവും. ആ സമയത്ത് മനോഹർ ആലോചിക്കുക, എന്നാലും ആ പാസ്പോർട്ടും വിസ എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ആ സമയം സരയുവിന്റെ മനസ്സുകൂടെ പല പല ചിന്തകളും ഇങ്ങനെ വരുവാണ്. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അല്ല മോൾ എന്ത് ചെയ്യുന്ന ചോദിക്കാണ്. ആ മോളോ? മോളിതേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. മനുവേട്ടൻ പോയതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. ഇതേ മനുവേട്ടനെ കാണാത്തോണ്ടാന്ന് തോന്നേ. കണ്ണു തുറന്നു കഴിഞ്ഞപ്പം അപ്പൊ അതിൻ്റെ വിഷമം മോൾക്കുണ്ടായിരുന്നു. ഒരു വിധത്തില ഞാൻ അവളെ ഒന്ന് ഉറക്കിയെന്ന് പറയാണ്. എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും സരി പറഞ്ഞു, അല്ല ഞാനൊരു ചായ തരട്ടെ നിൽക്കും. ഒരു ചായ ഞാൻ കുടിച്ചായിരുന്നു, എന്നാലും മോളുവിൻ്റെ കൈയും കൊണ്ടൊരു ചായ, അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ഒരു ചായ എടുത്തോളം തരാൻ പറയാണ്. സരി പതുക്കെ ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് സരി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. കാരണം മനോഹറിന്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ മരിയയുടെ പാസ്പോർട്ടും വിസ എല്ലാം കൂടെ സരയുവിന്റെ കൈകളിൽ പെട്ട കാര്യം സരയു ഇങ്ങനെ മനസ്സ് വിചാരിക്കുക. കാരണം മറ്റൊന്നുമല്ല, സരയു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മനുവേട്ടൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരണം, എല്ലാ സാധനങ്ങളും കൊണ്ടുപോയെന്നൊക്കെ, അവിടെ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി അവിടെ ചെന്ന സമയത്ത് സരയു ആ സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മനോഹർ പറഞ്ഞു, മോളും നന്നായിട്ട് നോക്കിക്കോ, ഇനി എന്തേലും മിസ്സായിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരം കാണിച്ചു തന്നു. ആ സമയത്ത് മരിയയുടെ കോള് വരുന്നേ. മരിയയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലോ. മനോഹർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതെ ഞാൻ ഇപ്പൊ വരാൻ മോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ തക്കം നോക്കി എന്ത് ചെയ്യുകയാണ്, സരയു ബാഗിനകത്തിരുന്ന പാസ്പോർട്ടും വിസയൊക്കെ അടിച്ചു മാറ്റുകയതേ. അതുകൊണ്ടാണ് പോക്കി ക്യാൻസൽ ആയിപ്പോയത്. അങ്ങനെ നിന്നെ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കൂടാ, ഈ സരയുവിന്റെ അടുത്താ നിന്റെ കളി എന്നൊക്കെ പറയണം. പിന്നീട് ചായയൊക്കെ ആയിട്ട് നേരെ മനോഹറിന്റെ അടുത്ത് വന്നു. ഈ സമയത്ത് കുഞ്ഞു ഉറക്കം എഴുന്നേറ്റു. പെട്ടെന്ന് സരയു പോയി കുഞ്ഞിനെ എടുക്കുവാണ്. അപ്പോഴേക്കും മനോഹർ മോളും മോളും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് മനോഹർ ചോദിച്ചു, അല്ല ഇന്ന് മോൾക്ക് എവിടെയെങ്കിലും പോണോന്ന് ചോദിക്കുകയാണ്. എനിക്ക് എവിടെ പോകാനാ, അല്ല പുറത്തു വല്ലതും പോണോന്ന്? എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മനുവായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വാങ്ങി തന്നില്ലേ എനിക്കും കുഞ്ഞിനൊക്കെ ഉള്ളേ. ഇനിയിപ്പൊ എന്താ, എനിക്കിനി ഒന്നും വാങ്ങണ്ടെന്ന് പറയണം. ഓ അങ്ങനെയാണോ എന്നൊക്കെ മനോഹർ പറയണം. ആ സമയത്ത് ഭാനുമതി മുത്തശ്ശി നേരെ കല്യാണിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ കല്യാണി ദീപയാണ് ഉണ്ടായിരുന്നേ. പിന്നീട് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, മോളെ ഒരു കാരണവശാലും ആ പ്രകാശനെ വിശ്വസിക്കില്ല. ദേ വിക്രം പുറത്തിറങ്ങിയ ഉടനെ പ്രകാശൻ അവനെയും കൂട്ടി പോയിരിക്കുക. അത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ മോളോട് കുറെ പറഞ്ഞ, പക്ഷെ മോൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അച്ഛമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പ് അച്ഛനാണെങ്കിൽ ആ രാഹുലിനോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ രക്ഷിക്കാൻ പറ്റിയെന്ന് ചോദിക്കാം. അതുപോലെ തന്നെയാണെങ്കിലോ ഇതും. മോളെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെയാണെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം, ആ വിക്രമുള്ള സമയത്തൊന്നും ആ ഭാഗത്തേക്ക് പോലും പോവരുത്. അറിയാലോ എന്തും ചെയ്യാൻ മടിക്കാത്തവനവന്, ദുഷ്ടനവന്, അവൻ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം, മിക്കവാറും പ്രകാശനം കൂടെ കൂടുമെന്ന് അറിയത്തില്ല. കല്യാണി പറഞ്ഞു, അങ്ങനെ കൊല്ലുവാണെങ്കിൽ നിങ്ങൾ കൊല്ലട്ടെ അച്ഛമ്മേന്ന് പറയാം. ദേ മോളെ നിനക്കിപ്പോൾ പ്രകാശന അന്ധമായി വിശ്വാസമാ, അതാ നീ ഇങ്ങനെയൊക്കെ പറയണേ. ദേ എനിക്ക് പക്ഷെ ഇതൊന്നും കണ്ടോണ്ടും കേട്ടോണ്ടും നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്താണെങ്കിലും ഞാൻ സായാഹ്നത്തിലേക്ക് പോകുന്ന വഴി പ്രകാശിന്റെ അടുത്തൊന്ന് കയറുന്നുണ്ട്, എനിക്ക് പ്രകാശനെ ഒന്ന് കാണണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അല്ല അമ്മൂമ്മ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് ഭാനുമതി മുത്തശ്ശി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകുന്നേ. ആ സമയത്ത് പറഞ്ഞു, അമ്മ പറഞ്ഞു കേട്ടല്ലോ, നീ തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ അയാളുടെ അടുത്തേക്കൊന്നും പോകാനൊന്നും പോകണ്ട, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ, അതിന് പോകണ്ടെന്ന് പറയണം. ചിലപ്പോൾ അവനിങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുമോന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല അമ്മയെന്ന് പറയണം.
പിന്നീട് ഭാനുമതി മുത്തശ്ശി നേരെ പ്രകാശിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ സമയത്ത് പ്രകാശിന് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രകാശിന്റെ മനസ്സിൽ കൂടെ കല്യാണിയെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവളുടെ കുഞ്ഞിലത്തെ ആ രൂപം, പിന്നെ അവളെ താൻ ഉപദ്രവിക്കുന്നതും മറ്റുമൊക്കെ ആയിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പ്രകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കാണ് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുന്നേ. മുത്തശ്ശി എന്നിട്ട് നീ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയില്ലേ, ആ വിക്രത്തിനെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ, ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അവന്റെ നീക്കങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അവന്റെ നീക്കങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ പെട്ടുപോകുമേ. കല്യാണിയും കാർത്തികനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറിയണ്ടേന്ന് ചോദിക്കണം. എടാ, നീ നീക്കങ്ങൾ അറിയാൻ കൊണ്ടുവന്നാണോ അതോ നീയും അവനും കൂടെ ചേർന്നിട്ട് പുതിയ നീക്കങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കാം. അതെന്താ അമ്മ അങ്ങനെ പറയണേ? എനിക്ക് നിന്നെ വിശ്വാസമില്ലടാ. നീ ചിലപ്പം അവനോടൊപ്പം ചേർന്നിട്ട് എന്ത് തരികിടപ്പണിയും ചെയ്യും. എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലമ്മേ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്ക് അവന്റെ നീക്കങ്ങൾ അറിയണമായിരുന്നു, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? എടാ, അങ്ങനെ എന്തേലും നീക്കങ്ങൾ അറിയാനാന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്നിട്ട് അവൻ ചിലപ്പോൾ നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചാൽ നിന്നെ അവനങ്ങോട്ട് തീർത്തോളെന്ന് പറയാം. എനിക്കറിയാമേ അതൊക്കെ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടമ്മേ. എനിക്ക് എന്താണെങ്കിലും ഇനിയിപ്പോൾ അധിക കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിനു മുമ്പ് എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഈ തവണത്തെ ഒരു ഓണം എനിക്ക് ഉണ്ണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. അത് വല്ല സാധിക്കുന്ന കാര്യമാണ് പ്രകാശം എന്ന് ചോദിക്കും. അതിന് നിന്റെ പെൺമക്കളും കൂടെ സമ്മതിക്കണ്ടേ, അവരുടെ അമ്മമാര് സമ്മതിക്കണ്ടേന്ന് ചോദിക്കണം. പിന്നെ കുറച്ച് അലിവെങ്കിലുള്ള ആ കല്യാണി മോൾക്ക, അവൾക്കാണെങ്കിൽ നിന്നോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രകാശം, എങ്ങാനും അവളെ കൊല്ലാനായിട്ട് നീയൊക്കെ വല്ല പ്ലാൻ വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടിടത്തിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, ഞാൻ അങ്ങനെ ഇനി ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. എടാ, ചെയ്യാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയണം. ആ സമയത്ത് പ്രകാശം പറഞ്ഞു, ദേ അമ്മേ, അമ്മയോട് അവന് ചിലക്കാൻ ദേഷ്യമായിരിക്കും എന്ന് പറയണം. അവൻ എന്ത് ദേഷ്യപ്പെടാനാ? ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ. മിക്കവാറും എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ആയിരിക്കും വരുന്നത്. കൊല്ലട്ടെ. പിന്നെ എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എനിക്ക് ചാകാനും മടിയൊന്നുമില്ലടാ. പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം. എൻ്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ ഞാൻ ഭൂമിക്ക് വീതം വെച്ചേക്കില്ല. വയസ്സും പ്രായവും ഒക്കെ ആയെന്ന് കരുതിയിട്ട് എന്നെ ആരും എത്ര തഴഞ്ഞു കളയൊന്നും വേണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം ബൈക്കിനെ വരുന്നത്. ആഹാ, വന്നല്ലോ. ഇപ്പൊ ബൈക്കിനൊക്കെ കയറി അവൻ ചുറ്റി അടിക്കണല്ലേ എന്ന് പ്രകാശനോട് ചോദിക്കണം. അങ്ങനെ വിക്രം കട്ടക്കലിപ്പിൽ അങ്ങോട്ടേക്ക് വരുന്നേ. വന്നിട്ട് ഭാനുമതി അമ്മയെ കണ്ടപ്പോഴും ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കണം. ഇത് കേട്ട ഭാനുമതി പറഞ്ഞു, എടാ, എനിക്ക് എൻ്റെ മോനെ കാണാൻ പറ്റുന്നത് നിന്റെ സമ്മതം എന്തിനാന്ന് ചോദിക്കണം. പിന്നെ നിന്നെപ്പോലുള്ള ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇവൻ ഇവിടെ വിളിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ ഞാൻ വന്നാടാന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, നിനക്ക് നാണമില്ലേന്ന് ചോദിക്കണം. പിന്നീട് പ്രകാശനോട് ചോദിച്ചു, ഈ തള്ളേനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയെന്ന് ചോദിക്കുക. എടാ മോനെ, അത് പിന്നെ ഇവർ വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഭാനുമതി പറഞ്ഞു, അതെ, എന്താന്ന് ഞാൻ പറയാടാ. ഞാൻ എന്താ അവനോട് പറഞ്ഞതെന്ന്, അവൻ എന്നോട് എന്താ പറഞ്ഞതെന്നും പറയാം. നിന്നെ കൊന്നു കളയണോന്ന് എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് നല്ല ദേഷ്യമായി. വിക്രം പെട്ടെന്ന് പറഞ്ഞു, ഇതേ തള്ളെ, മര്യാദയ്ക്ക് ഇരുന്നോണം, എന്റെ തനി സ്വരൂപം അറിയത്തില്ലെന്ന് പറയാം. നീ എന്ത് ചെയ്യൂടാ? നീ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് എനിക്കറിയാടാ. ദേ, നിന്റെ സഹോദരിമാരെ കൊല്ലാൻ വേണ്ടല്ലേ ഞാൻ ജീവനോടെ ഉണ്ട്, സമ്മതിക്കില്ല. നിന്നെ ഞാൻ കൊന്നു കളയൂടാന്ന് പറഞ്ഞ ആ കോളറിനോട് കയറി പിടിക്കണം. ഇതേ തള്ളെ, മാറിപ്പോക്കണമെന്ന് പറഞ്ഞു ഒറ്റ തള്ളായിരുന്നു. പെട്ടെന്ന് പ്രകാശം കയറി ഇങ്ങോട്ട് പിടിച്ചു. ഈ സമയത്ത് പ്രകാശം ചോദിച്ചു, എടാ നീ എന്ത് പരിപാടി കാണിച്ചേ? നിനക്ക് എത്രമാത്രം ചോറ് വാരി തന്നിട്ടുണ്ട്, വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. നിന്റെ അമ്മൂമ്മ ഏത്? നീ എന്ത് പരിപാടിയെ കാണിക്കണം എന്ന് നിൽക്കും. ഇവരെ ഞാനിപ്പോ അമ്മൂമ്മയായിട്ട് പോലും കാണുന്നില്ല. അച്ഛന്റെ കാല് തല്ലി ഒടിച്ചല്ലേ, എന്നിട്ടാണ് അവരെ അമ്മൂമ്മയായിട്ട് വെച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ട് ഞാൻ ഭാനുമതിയും പറഞ്ഞു, എടാ, തല്ലി ഒടിക്കുക മാത്രമല്ല, ഇനി വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലുകയും ചെയ്യും. അവനെയല്ല നിന്നെയും കൂടെ ചേർത്ത് കൊല്ലുമെന്ന് പറയണം. പിന്നീട് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് നിലത്തുനിന്ന് വാരി എടുക്കുകയാണ്, കുറച്ച് പൂഴി ഇങ്ങോട്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് എന്നാന്നറിയാവോ, ഇതുപോലെ ഞാൻ കുറെ പ്രാഗിട്ടുണ്ട് കല്യാണിയും അവരെയൊക്കെ. അതുപോലെ തന്നെ ഞാൻ എന്തെടുത്ത് നിന്റെ ദേഹത്തേക്കിട്ട് ഞാനും പ്രാഗുവാടാ. നീ മുടിഞ്ഞു പോകത്തുള്ളൂ, ഒരിക്കലും നീ ഗതി കിട്ടത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ദേഹത്തേക്ക് ഇടുകയാണ്. ഒരു നിമിഷം വിക്രം ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. പിന്നീട് വിക്രത്തോട് പറഞ്ഞു, എടാ, ഇപ്പൊ നീ എന്നെ കാണിച്ചുണ്ടല്ലോ, കിരണൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണം ചോദിക്കാനായിട്ട് വരൂടാ, നിന്നെ തീർത്ത് കളയും. പക്ഷെ അവനെ ഒരു കൊലപാതകയാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊന്നും അവനോട് പോയി പറയുന്നില്ല. അവൻ മൊത്തം വേണ്ട നിന്നെ തീർക്കാനായിട്ട്. കിരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഭൂമിക്ക് മീതെ വെച്ചേക്കില്ല എന്ന് പറയണ. പിന്നെ നിന്നെപ്പോലെ ദുഷ്ടനെ കൊന്നിട്ട് അകത്ത് പോയി കിടക്കേണ്ടവനല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഉണ്ടല്ലോ, എന്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഞാനായിരിക്കും നിന്നെയൊക്കെ വകവരുത്താൻ പോന്നെ, നിന്നെയൊന്നും വെറുതെ വിടത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് വിക്രത്തിന് നല്ല ദേഷ്യം. വിക്രം പ്രകാശിന്റെ അടുത്ത് നീട്ടിച്ചു, സത്യം പറ, അവരെന്തിനാ ഇവിടെ വന്നേ, അവരെന്താ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിക്കാം. എടാ മോനെ, അവര് വെറുതെ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ അവരും ചേർന്ന് ടൈപ്പല്ലേ, നിങ്ങൾ രണ്ട് വെള്ളത്തെ കാലിയാവട്ടോ അല്ലേന്ന് ചോദിക്കും. ഞാനോ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ, ഞാൻ നിന്റെ ഒപ്പാടാന്ന് പറയും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്തയാന്നും നോക്കത്തില്ല, എനിക്കിട്ട് പാര പണിയാൻ വന്നോണ്ടല്ലോ നിങ്ങളെ കൊന്നു കളയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, പ്രകാശിനെ കഴുത്തിനോട് കയറി കുത്തിപ്പിടിക്കുകയാണ്. പ്രകാശിന് ഒരു നിമിഷം ഇങ്ങനെ വല്ലാത്തയായിപ്പോയി. പിന്നീട് പ്രകാശിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിന് ബാലൻസ് കിട്ടിയില്ല. പ്രകാശൻ അവിടെ എടുത്തടിച്ച് വീഴുവാണ്. ഈ സമയം വിക്രം അതുപോലും മൈൻഡ് ചെയ്ത് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പ്രകാശന് മനസ്സിലായി ഇവനെ ഇനി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.